രണ്ട് കാലത്തെ നേതാക്കൾ അവർ തമ്മിലുള്ള തമ്മിലടി അതാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ നടക്കുന്നത്. തിരുവനന്തപുരത്ത് അത് മറനീക്കി പുറത്തു വന്നു. മറ്റ് ജില്ലകളിൽ പൊട്ടിത്തെറിയുണ്ടാകാതെ മൂടിവെച്ച് പോകുന്നു എന്ന് മാത്രമേയുള്ളൂ. വലിയൊരു വിഭാഗം സാധാരണ പ്രവർത്തകർ ബി.ജെ.പിയിൽ നിന്ന് അകന്നു പോവുകയോ നിഷ്ക്രിയരാവുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിലെ ബി.ജെ.പി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ബി.ജെ.പിയിലെ പുതിയ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ, ഷോൺ ജോർജ്, അനൂപ് ആന്റണി ഇങ്ങനെയുള്ള കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിലേക്ക് വന്നവർ, ആർ.സി. ലേഖ, കെ.എസ്. രാധാകൃഷ്ണൻ, അങ്ങനെ വിവിധ തുറകളിൽ നിന്ന് ബി.ജെ.പിയിലെത്തിയവർ, കാര്യലാഭത്തിന് വേണ്ടി ബി.ജെ.പിയിലെത്തിയവർ, അവരാണ് ഇപ്പോൾ കേരളത്തിലെ ബി.ജെ.പിയെ ഭരിക്കുന്നത്, നയിക്കുന്നത്. ആദ്യകാല നേതാക്കളുണ്ട്, ആദ്യകാല പ്രവർത്തകരുണ്ട്. ഏറെ കഷ്ടപ്പെട്ട് കേരളത്തിൽ ബി.ജെ.പിയെ വളർത്തിക്കൊണ്ടുവന്ന പ്രവർത്തകരും നേതാക്കളും. ഒ രാജഗോപാലിനെ പോലെയുള്ള, CKP പത്മനാഭനെ പോലെയുള്ള, MS കുമാറിനെ പോലെയുള്ള നേതാക്കൾ അവരെല്ലാം ഇപ്പോൾ പൂർണ്ണമായും തഴയപ്പെട്ടിരിക്കുന്നു. പുത്തൻ കൂറ്റുകാരാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതാക്കളായി വിലസുന്നത്. ഞങ്ങൾ ബി.ജെ.പിയിലേക്ക് വരുന്ന കാലത്ത് ബി.ജെ.പിക്ക് അധികാരമൊന്നുമില്ല, 2 MP-മാർ മാത്രമേ ഉള്ളൂ, ആ കാലത്താണ് ഞങ്ങളൊക്കെ ബി.ജെ.പിയിലേക്ക് വന്നത് എന്ന MS കുമാറിന്റെ വാക്കുകളുണ്ട്. ആ വാക്കുകൾ മാത്രം മതി കേരളത്തിലെ ബി.ജെ.പിയിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ബി.ജെ.പിയിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അപ്പൊ ഈ ബി.ജെ.പിയുടെ തന്നെ മുമ്പ് ബി.ജെ.പി ആവുന്നതിന് മുമ്പ് ക്ലാസിക്കൽ കൗൺസിലർമാരുടെ ഒരാളാണ്. ഇനിയിപ്പം ബി.ജെ.പിയിൽ ഇല്ല എന്ന് അദ്ദേഹം തന്നെ പറയും. ഇനി എന്താണ് പരിപാടി? ഇനി എന്താണെന്ന് അറിയില്ല. റേഷൻ മുടക്കിയിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇനി റേഷനും ഗ്യാസും എല്ലാം കിട്ടുമെങ്കിൽ കുഴപ്പമില്ല. അതുകൂടെ മുടക്കിയിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം. നമുക്ക് ആലോചിക്കാം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ 91 കേരളം രാജ്യക്ക് വോട്ട് നേടിക്കൊടുക്കുന്ന 84 ആ സമയത്ത് അതിന്റെ മുന്നണിയിൽ നിന്ന ആളാണ്. ഇത്രയും വർഷം കൺവീനറായിരുന്നു, ഇലക്ഷൻ കൺവീനർ. ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയമുള്ള താങ്കൾ നേതാവല്ല എന്ന് പറയുമ്പോൾ വിഷമം തോന്നിയത് കേട്ടോ? പറയുന്ന ആള് നേതാവായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. തിരുവനന്തപുരത്ത് നിന്നുള്ള പുതിയ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ അറിയില്ല എന്നാണ് പറയുന്നത്. ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. ഒരുപാട് തിരക്കുകളില്ലേ. ഞങ്ങളൊക്കെ ബി.ജെ.പി വരുമ്പോൾ ബി.ജെ.പി അധികാരത്തിലൊന്നുമില്ല. ആദ്യം 84 ഇലക്ഷനിൽ 2 MP-മാരായിരുന്നു ബി.ജെ.പി. അന്ന് ബി.ജെ.പിക്ക് തിരക്കുകളൊന്നുമില്ല. എല്ലാ പ്രവർത്തകർക്കും തമ്മിലൊക്കെ അറിയാമായിരുന്നു. ഇപ്പം അതല്ലല്ലോ ബി.ജെ.പി. ഇപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കരുതുന്നത്? വലിയ ഉത്തരവാദിത്വവും വലിയ ഭാരിച്ച ചുമതലകളൊക്കെ ഉള്ള ആളല്ലേ. അദ്ദേഹം അറിയില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികം. സുരേഷ്ണത്തിനെ കാണുമ്പോൾ ചോദിക്കുക, എനിക്കറിയില്ല. അല്ല, എനിക്ക് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? അറിയില്ല ഗിരീഷേ. താങ്കളെ ഈ പരിപാടിക്കൊന്നും വിളിക്കാറില്ല ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ പരിപാടി? അപ്പൊ താങ്കളെ പോലെ ഞാൻ അറിയാറില്ല. ഇല്ല, വിളിക്കാറില്ല. ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് ഈ ജോലി ചെയ്ത് തുടങ്ങുമ്പോൾ തൊട്ട് ബി.ജെ.പിയുടേതായിട്ട് നമ്മൾ കാണുന്ന ആളാണ്. താങ്കൾ ഇങ്ങനെ സജീവമായിരിക്കുന്നത് താങ്കൾ അറിയില്ല എന്ന് പറയുന്നു. അതെ, എന്നെ അറിയാറില്ല. പരിപാടിക്ക് അറിയാറില്ല. ഇല്ല. അല്ലെ, പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വേറെ ഒരു നടപടി ഉണ്ടാകണമെന്നല്ല അനിൽ വിചാരിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം പാർട്ടി എന്നും ചെയ്യാനില്ല ഇതിനകത്ത്. പക്ഷെ പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് പാർട്ടിയുടെ മുഖങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന നേതാക്കളുണ്ടല്ലോ, അവരിത്തരം സഹകരണ സംഘങ്ങളിൽ ഭീമമായ കുടിശ്ശിക ഇട്ടിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പറയാം. അതേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടി ഒന്നും അല്ലാതിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി ജീവൻ രക്തവും നൽകിയ നേതാക്കളെ പുതിയകാല തലമുറ അല്ലെങ്കിൽ നേതൃത്വം പരിഗണിക്കുന്നില്ല, അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല എന്നല്ലേ അങ്ങ് പറഞ്ഞതിന്റെ ചുരുക്കം? അല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എനിക്കറിയില്ല. ഓക്കെ. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്ത നേതാക്കൾ, അണികളെയും സഹപ്രവർത്തകരെ അറിയാത്ത നേതാക്കൾ, ഇവരൊക്കെ ഇങ്ങനെ വന്നാൽ ബി.ജെ.പിക്ക് സാധ്യത ഉണ്ടോ? എന്താണ് ബി.ജെ.പി അത് ബാധിക്കില്ലേ? അപ്പൊ ശരി, താങ്ക് യു. ഈ നേതാക്കളെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കുക കൂടി ചെയ്താലോ, അവരൊന്നും ഇപ്പോൾ നേതാക്കളല്ല എന്ന് പറഞ്ഞാലോ, ഒരു കാലത്ത് ബി.ജെ.പിയുടെ ചുമതല വഹിച്ചിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാലോ, അവരെ അവഹേളിക്കുകയല്ലേ ചെയ്യുന്നത്. ആരുമില്ലാത്ത ഘട്ടത്തിൽ, കേന്ദ്ര സർക്കാർ ഇല്ലാത്ത ഘട്ടത്തിൽ, കേരളത്തിൽ എവിടെയും സർക്കാർ ഇല്ലാത്ത ഘട്ടത്തിൽ, 2 MP-മാർ മാത്രമുള്ള സമയത്ത്
BJPക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ മുഴുവൻ അവഹേളിക്കുകയാണ്. MS കുമാറിനെ കുറിച്ച് പറഞ്ഞു, ശരി തന്നെ. പക്ഷേ അത് MS കുമാറിനെ കുറിച്ച് മാത്രമുള്ള വാചകമാണോ S സുരേഷിൻ്റേത്? മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷൻ വളരെ പുച്ഛത്തോടെയാണ് സംസാരിക്കുന്നത് എന്നോർക്കണം. കേരളത്തിലെ വലിയ വിഭാഗം BJP പ്രവർത്തകരെ, കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് വേണ്ടി പ്രവർത്തിച്ച വലിയ വിഭാഗം നേതാക്കളെ മുഴുവൻ അവഹേളിക്കുകയാണ് S സുരേഷ് ചെയ്തത്. അതും കൂടി കേൾക്കാം. പറഞ്ഞു, നമ്മളെല്ലാം കേട്ടു, അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. എന്തിനാണ് വേണ്ടാത്ത, എന്തിനാണ് വേണ്ട? തിരുവനന്തപുരത്ത് BJPക്ക് ഈ 2 സഹകരണ സംഘവും BJPയുടേതല്ല. ഇനി MS കുമാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കി. അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്ന് പാർട്ടിയുടെ ചുമതല അല്ല, നേരത്തെ ചുമതലയിലുണ്ടായിരുന്നു. പക്ഷേ സൊസൈറ്റി BJP ആയിട്ട് ഏതൊരു ബന്ധം? ഇത് സ്വാഭാവികമാണ്. BJP പ്രവർത്തിക്കുന്നത് കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കാനാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മേധാവികൾ BJPയുടെ നേതാക്കളായി വരും. രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർ വരും. അതോടൊപ്പം പല കാലത്ത് പല പാർട്ടിയിൽ പ്രവർത്തിച്ച് അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തി പിന്നീട് അധികാരം നഷ്ടപ്പെടുമ്പോൾ ഉള്ള വിഭ്രാന്തി, ആ വിഭ്രാന്തി പരിഹരിക്കാൻ BJPയിലേക്ക് വരികയും നേതാക്കളായി മാറിയവരൊക്കെ BJPയിലുണ്ട്. അവരാണ് ഇപ്പോൾ BJPയെ ഭരിക്കുന്നത്. അവർക്കാണ് ഇപ്പോൾ BJPയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് BJP കേരളത്തിൽ രക്ഷപ്പെടില്ല.